ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ചെറിയൊരു കഥയാണ് പഠിക്കാൻ പോണത്. കഥയുടെ പേര് വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പോൾ നമുക്ക് ആ കഥയുടെ ഫസ്റ്റ് പോയിന്റ് പഠിക്കാം. ഫസ്റ്റ് പോയിന്റ്, മുത്തശ്ശി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നു. അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? മുത്തശ്ശി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നു. അപ്പം മുത്തശ്ശിക്ക് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമുക്ക് മുത്തശ്ശിക്ക് ഗ്രാൻഡ്മ എന്ന് പറയാം. അപ്പം നമ്മൾ മുത്തശ്ശി എന്ന് പറയും, അമ്മാമ്മ എന്ന് പറയും, അമ്മൂമ്മ എന്ന് പറയും ഗ്രാൻഡ്മയ്ക്ക്. അപ്പം അല്ലെങ്കിൽ നമുക്ക് അച്ചാമ്മ എന്ന് പറയാം. ഇതെല്ലാം ഗ്രാൻഡ്മയാണ്. അപ്പം മുത്തശ്ശി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നു. അപ്പോൾ ഒരു വാട്സപ്പ് ഗ്രൂപ്പ് നമുക്ക് എങ്ങനെ പറയാം? എ വാട്സപ്പ് ഗ്രൂപ്പ്. ഒരു എന്നുള്ളത് നമുക്ക് എ വാട്സപ്പ് ഗ്രൂപ്പിന് പറയാം. അപ്പോൾ ചേർന്നു. അപ്പോൾ ചേരുക എന്ന് വെച്ചാൽ എന്താ? ജോയിൻ. അപ്പം ചേർന്നു എന്ന് കേൾക്കുമ്പോഴേ നമുക്ക് മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയ സംഭവമാണ് നമ്മളിവിടെ പറയണത്. അപ്പം നമ്മൾ ഇത് ഒരു സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന് മനസ്സിലാക്കാം. അപ്പം എങ്ങനെ നമുക്ക് ഈ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നമുക്ക് നോക്കാം. അപ്പം മുത്തശ്ശി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നു. നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രാൻഡ്മ, കാണാമോ? ഇങ്ങനെ വെക്കാം. ഓക്കെ, ഗ്രാൻഡ്മ. അപ്പം ഞാൻ പറഞ്ഞു ചേർന്നു. അപ്പം ഒരു കഴിഞ്ഞു പോയ സംഭവമാണ്. അപ്പം നമ്മൾ എന്താ പറഞ്ഞത്? ചേരുകയ്ക്ക് നമ്മൾ ജോയിൻ എന്നാണ് പറഞ്ഞത്. ജോയിൻ. അപ്പം ഇവിടെ ചേർന്നു. നമ്മൾ ജോയിനെ ഒരു പാസ്റ്റ് ടെൻസിലോട്ടാക്കണം. അപ്പം നമ്മൾ എങ്ങനെ ആക്കും? നമ്മൾ ജോയിൻ്റെ കൂടെ ഇ ആഡ് ചെയ്യും. അപ്പോൾ ജോയിൻഡ് എന്നായി. അപ്പോൾ ഗ്രാൻഡ്മ ജോയിൻഡ് എന്തെല്ലാം ചേർന്ന്? വാട്സപ്പ് ഗ്രൂപ്പ്. ഗ്രാൻഡ്മ ജോയിൻഡ് വാട്സപ്പ് ഗ്രൂപ്പ്. മുത്തശ്ശി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നു. അപ്പം നമ്മൾ എങ്ങനെ ഈ ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതിയെന്ന് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ഞാൻ പറഞ്ഞു ഇതൊരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസ് ആണ്. ഒരു കഴിഞ്ഞു പോയ സംഭവമാണ് ഈ പറയണത്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ എന്താ? ഗ്രാൻഡ്മയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. അപ്പം ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ ജോയിൻ ആണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എങ്ങനെ നമ്മൾ എന്ത് ചേഞ്ച് വരുത്തിയാണ് നമ്മൾ എഴുതിയത്? ഞാൻ ഓൾറെഡി പറഞ്ഞു ഇതൊരു കഴിഞ്ഞു പോയ സംഭവമാണ്. അപ്പോൾ ആ ഒരു കഴിഞ്ഞു പോയ സംഭവമാണെന്ന് വരുത്താൻ വേണ്ടി നമ്മൾ എന്ത് ചേഞ്ചാണ് വരുത്തിയെന്ന് നോക്കാം. അപ്പം ഇവിടെ വേറെ ഒരു ചേഞ്ചും വരുത്തിയിട്ടില്ല. നമ്മൾ ചേഞ്ച് വരുത്തിയത് ഈ വെർബ് ജോയിൻ ഉള്ള വെർബിനെ നമ്മൾ യൂസ് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. അത് മാത്രമേ ഇവിടെ ഒരു ചേഞ്ച് വരുത്തിയിട്ടുള്ളൂ. വേറെ ഒരു ചേഞ്ചസും വരുത്തിയിട്ടില്ല. അപ്പോൾ നമ്മൾ ഇതൊരു സിമ്പിൾ പാസ്റ്റ് സെൻറ്റൻസിൽ നമുക്ക് എഴുതാൻ പറ്റി. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? മുത്തശ്ശി ഒരു വാട്സപ്പ് ഗ്രൂപ്പിൽ ചേർന്നു. നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രാൻഡ്മ ജോയിൻഡ് വാട്സപ്പ് ഗ്രൂപ്പ്. അപ്പം നമുക്ക് ഈ കഥയുടെ സെക്കൻഡ് പോയിന്റ് പഠിക്കാം. അപ്പോൾ നെക്സ്റ്റ് പോയിന്റ്, മുത്തശ്ശി വളരെ ആവേശത്തിലായിരുന്നു. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം മുത്തശ്ശി ഗ്രാൻഡ്മ. വളരെ എന്ന് വെച്ചാൽ എന്താ? വെരി. ആവേശം. ആവേശത്തിന് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? എക്സൈറ്റ്മെൻറ്റ്. അപ്പം ഇവിടെ പറയണത് എങ്ങനെയാണ്? ആവേശത്തിലായിരുന്നു. അപ്പം ഇതും ഒരു കഴിഞ്ഞു പോയ സംഭവമാണ് പറയണത്. അപ്പം ഇതിനെ നമുക്ക് സിമ്പിൾ പാസ്റ്റ് ടെൻസ് സെൻറ്റൻസ് എന്ന് നമുക്ക് വിളിക്കാം. അപ്പം നമുക്ക് എങ്ങനെ ഈ സെൻറ്റൻസ് ഇംഗ്ലീഷിലോട്ട് എഴുതാമെന്ന് നോക്കാം. മുത്തശ്ശി വളരെ ആവേശത്തിലായിരുന്നു. അപ്പം നമുക്ക് എഴുതാം ഗ്രാൻഡ്മ. അപ്പം ആയിരുന്നു എന്ന് വരാൻ വേണ്ടി നമ്മൾ എന്താണ് ഇവിടെ ഉപയോഗിക്കുന്നത്? ഒരു കഴിഞ്ഞു പോയ സംഭവം ആയതുകൊണ്ട് നമ്മൾ എന്ത് യൂസ് ചെയ്തിട്ടാണ് ഇത് എഴുതുന്നത് നമുക്ക് നോക്കാം. ഗ്രാൻഡ്മ വാസ്. നമ്മൾ വാസ് യൂസ് ചെയ്തു. ഇവിടെ എന്താ വാസ് യൂസ് ചെയ്യാൻ കാരണം? ഇപ്പം ചിലവർ വിചാരിക്കും എന്തുകൊണ്ട് ഈസ് യൂസ് ചെയ്തില്ല. അപ്പം ഓൾറെഡി ചിലർക്ക് അറിയാത്തവർ കാണും എന്താ ഈസ് യൂസ് ചെയ്യാഞ്ഞെന്ന്. ഈസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു പ്രസൻറ്റ് ഫോമിൽ ഇപ്പോഴത്തെ സംഭവം എഴുതുന്നിടത്താണ് നമ്മൾ ഈസ് യൂസ് ചെയ്യുന്നത്. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ആവശ്യത്തിലായിരുന്നു. അപ്പോൾ കഴിഞ്ഞു പോയൊരു കാര്യമാണ്. അപ്പം നമ്മളിവിടെ ഈസിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. അപ്പോൾ ഈസിൻ്റെ പാസ്റ്റ് ഫോമാണ് വാസ്. ഈസ് എന്ന് പറയുന്നത് പ്രസൻറ്റ് ഫോം, ഇപ്പോഴത്തെ ഒരു കാര്യമാണ്. വാസ് ഈസിൻ്റെ പാസ്റ്റ് ഫോം, ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പം നമ്മളിവിടെ വാസ് എഴുതി. അപ്പം ഗ്രാൻഡ്മ വാസ് വളരെക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? വെരി. ഗ്രാൻഡ്മ വാസ് വെരി. അപ്പം ആവേശം എന്ന് വെച്ചാൽ എന്താ? എക്സൈറ്റ്മെൻറ്റ്. അപ്പം നമ്മളിവിടെ എക്സൈറ്റ്മെൻറ്റിനെയും നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കണം. അപ്പോൾ അതെങ്ങനെയാണ് നോക്കാം. ഗ്രാൻഡ്മ വാസ് വെരി എക്സൈറ്റഡ്. നമ്മൾ യൂസ് ചെയ്ത് എക്സൈറ്റഡ് എന്നാക്കണം. അപ്പോൾ അതും ഒരു പാസ്റ്റ് ഫോമിലോട്ടായി. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? മുത്തശ്ശി വളരെ ആവേശത്തിലായിരുന്നു. അപ്പോൾ ഗ്രാൻഡ്മ വാസ് വെരി എക്സൈറ്റഡ്. അപ്പം ഇവിടുത്തെ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ ഗ്രാൻഡ്മയാണ് ഇവിടുത്തെ സബ്ജക്റ്റ്. വെർബ് എന്താ? വെർബ് എന്ന് പറഞ്ഞാൽ വാസ് ആണ് ഇവിടുത്തെ വെർബ്. അപ്പം നമ്മൾ എങ്ങനെയാണ് എഴുതിയത്? മുത്തശ്ശി വളരെ ആവേശത്തിലായിരുന്നു. ഗ്രാൻഡ്മ വാസ് വെരി എക്സൈറ്റഡ്.
ഗ്രാൻഡ്മ വാസ് വെരി എക്സൈറ്റഡ്. അപ്പോൾ ഇതാണ് ഈ ഒരു കഥയുടെ രണ്ടാമത്തെ പോയിന്റ്. അപ്പോൾ നമുക്ക് നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇത് ചെറിയൊരു കഥയാണ്. അപ്പോൾ നമുക്ക് തേർഡ് പോയിന്റ് നോക്കാം. നെക്സ്റ്റ് പോയിന്റ്, കുറച്ച് നേരം കഴിഞ്ഞ് മുത്തശ്ശിയുടെ ഫോൺ വീണ്ടും വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമുക്ക് ഈ ഒരു സെൻറ്റൻസ് നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം കുറച്ച് നേരം കഴിഞ്ഞ് നമുക്ക് എങ്ങനെ പറയാം ഇംഗ്ലീഷിൽ? ആഫ്റ്റർ സം ടൈം. കുറച്ച് നേരം കഴിഞ്ഞ്. അപ്പം ആഫ്റ്റർ സം ടൈം. മുത്തശ്ശിയുടെ ഫോൺ, അപ്പം നമുക്ക് പറയാം ഗ്രാൻഡ്മാസ് ഫോൺ. വീണ്ടും വീണ്ടും. അപ്പോൾ വീണ്ടും എന്ന ഇംഗ്ലീഷിൽ എങ്ങനെ നമ്മൾ പറയാം? എഗെയിൻ. വീണ്ടും വീണ്ടും എഗെയിൻ എഗെയിൻ. റിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് പറയാം തുടങ്ങുക. തുടങ്ങുക എന്ന് വെച്ചാൽ സ്റ്റാർട്ട്. അപ്പം ഇവിടെ തുടങ്ങി എന്നാണ്. അപ്പം നമ്മൾ സ്റ്റാർട്ടിനെ നമ്മൾ പാസ്റ്റ് ഫോമിലാക്കി എഴുതണം. പിന്നെന്താ? വീണ്ടും വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ എങ്ങനെ ഈ ഒരു സെൻറ്റൻസ് ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് മുത്തശ്ശിയുടെ ഫോൺ വീണ്ടും വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി. അപ്പം എങ്ങനെ എഴുതാം നമുക്ക്? ആഫ്റ്റർ സം ടൈം. കുറച്ച് നേരം കഴിഞ്ഞ്. ആഫ്റ്റർ സം ടൈം. മുത്തശ്ശിയുടെ ഫോൺ. അപ്പോൾ നമുക്ക് എഴുതാം ഗ്രാൻഡ്മാസ് ഫോൺ. ഗ്രാൻഡ്മാസ് ഫോൺ. എന്ത്? തുടങ്ങുക. തുടങ്ങുക എന്ന് വെച്ചാൽ സ്റ്റാർട്ട് എന്നാണ്. അപ്പോൾ ഞാനിവിടെ തുടങ്ങി എന്നാണ് എഴുതാൻ പോണത്. അപ്പം നമ്മൾ ഈ സ്റ്റാർട്ടിനെ നമ്മൾ കൺവേർട്ട് ചെയ്ത് പാസ്റ്റ് ഫോമിലോട്ടാക്കി. സ്റ്റാർട്ടഡ് ED നമ്മൾ ആഡ് ചെയ്തു. കാര്യം എന്താ? ഈ ഒരു സെൻറ്റൻസ് കഴിഞ്ഞു പോയ കാര്യമാണ് പറയണേ. ഇപ്പോഴത്തെ കാര്യമല്ല, ഒരു കഴിഞ്ഞു പോയ സംഭവമാണ് പറയണേ, ഒരു കഥയാണ്. അപ്പം നമ്മളിവിടെ തുടങ്ങി. തുടങ്ങൂ. സ്റ്റാർട്ട് എന്ന് വെച്ചാൽ തുടങ്ങുക. അപ്പം ആ തുടങ്ങുക എന്നുള്ളതിനെ നമ്മൾ തുടങ്ങി എന്നാക്കാൻ വേണ്ടിയിട്ട് ED ചേർത്തു. ഗ്രാൻഡ്മാസ് ഫോൺ സ്റ്റാർട്ടഡ് റിങ്ങിങ്. നമുക്ക് എഴുതാം റിങ്. ഇവിടെ പറയുന്നുണ്ട് റിങ്. വീണ്ടും വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ നമുക്ക് RING, റിങ്ങിൻ്റെ കൂടെ നമ്മൾ ING ആഡ് ചെയ്തു. റിങ്ങിങ്. അപ്പം ഫോൺ സ്റ്റാർട്ടഡ് റിങ്ങിങ്. വീണ്ടും വീണ്ടും നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? വീണ്ടും എന്നുള്ളതിന് നമുക്ക് എഗെയിൻ. നമുക്ക് എഗെയിൻ എഴുതാം. എഗെയിൻ. പിന്നെ എന്താ എഴുതേണ്ടത്? ആൻഡ് എഗെയിൻ. എഗെയിൻ ആൻഡ് എഗെയിൻ. അപ്പം നമ്മൾ എങ്ങനെ ഈ ഒരു സെൻറ്റൻസ് എഴുതി നമുക്ക് നോക്കാം. കുറച്ച് നേരം കഴിഞ്ഞ് മുത്തശ്ശിയുടെ ഫോൺ വീണ്ടും വീണ്ടും റിങ് ചെയ്യാൻ തുടങ്ങി. അപ്പം നമ്മൾ എങ്ങനെ എഴുതി? ആഫ്റ്റർ സം ടൈം ഗ്രാൻഡ്മാസ് ഫോൺ. അപ്പം ആഫ്റ്റർ സം ടൈം ഗ്രാൻഡ്മാസ് ഫോൺ സ്റ്റാർട്ടഡ് റിങ്ങിങ് എഗെയിൻ ആൻഡ് എഗെയിൻ. എഗെയിൻ ആൻഡ് എഗെയിൻ. വീണ്ടും വീണ്ടും. അപ്പം ആഫ്റ്റർ സം ടൈം കുറച്ച് നേരം കഴിഞ്ഞ് ഗ്രാൻഡ്മാസ് ഫോൺ സ്റ്റാർട്ടഡ് റിങ്ങിങ് എഗെയിൻ ആൻഡ് എഗെയിൻ. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മെസ്സേജുകൾ വേഗത്തിൽ വരികയായിരുന്നു. എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? അപ്പം ഇവിടെ നിങ്ങൾക്ക് കാണാം ആയിരുന്നു. അപ്പം ഇത് കേട്ടപ്പോഴേ മനസ്സിലായി ഇതൊരു കഴിഞ്ഞു പോയ കാര്യമാണ്. ഇതൊരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. കാര്യം മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ അവിടെ ഒരു കണ്ടിന്യൂറ്റി ഉണ്ട്. അപ്പോൾ ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണ്. എങ്ങനെ നമുക്ക് ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം വേഗം എന്ന് വെച്ചാൽ എന്താ? ഫാസ്റ്റ്. വരിക എന്ന് വെച്ചാൽ കം. അപ്പോൾ ഇവിടെ ആയിരുന്നു എന്നാണ്. അപ്പോൾ എങ്ങനെ എഴുതാം? മെസ്സേജസ്. ഇത് ആണ്. MESSAGES. മെസ്സേജസ്. അപ്പം നമ്മൾ എന്താണ് നെക്സ്റ്റ് എഴുതാൻ പോണത്? ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. എന്താണ് എഴുതാൻ പോണത് നമുക്ക് നോക്കാം. അപ്പം ഇവിടെ ആയിരുന്നു എന്നാണ്. അപ്പോൾ ആയിരുന്നു എന്നാകുമ്പോൾ നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നമ്മളൊരു 2-3 സെൻറ്റൻസിന് മുമ്പ് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പം നിങ്ങൾ വിചാരിക്കും വാസ് ആണെന്ന്. പക്ഷേ ഇവിടെ വാസ് അല്ല. അവിടെ വാസ് എഴുതാൻ കാരണം അതൊരു സബ്ജക്റ്റ്. നമ്മൾ സബ്ജക്റ്റ് നോക്കണം. അപ്പോൾ ഇവിടുത്തെ സബ്ജക്റ്റ് നോക്ക്, മെസ്സേജസ്. അപ്പം ഒന്നിൽ കൂടുതൽ മെസ്സേജ് ഉണ്ടായതുകൊണ്ടാണ് ഇവിടെ എസ് വന്നത്. മെസ്സേജസ്. അപ്പം ഒരു മെസ്സേജ് ആണെങ്കിൽ നമുക്ക് മെസ്സേജ് ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. ഇത് മെസ്സേജസ് എന്നായതുകൊണ്ട് ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. അപ്പം ഒന്നിൽ കൂടുതൽ ഉള്ള കാര്യം എന്ന് പറഞ്ഞാൽ പ്ലൂറലാണ്. അപ്പം അതിൻ്റെ കൂടെ നമുക്ക് വാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ആയിരുന്നു എന്നാകുമ്പോൾ നമുക്ക് വാസ് യൂസ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ സബ്ജക്റ്റ് അനുസരിച്ചിട്ടാണ് വാസ് യൂസ് ചെയ്യണോ വേറെ യൂസ് ചെയ്യണോ എന്ന് നോക്കണത്. അപ്പം ഓൾറെഡി കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ വാസ് പറ്റില്ല. അതിന് പകരം നമുക്ക് ഒന്നിൽ കൂടുതൽ പ്ലൂറൽ സബ്ജക്റ്റിന് കൂടെ നമുക്ക് വേറെ യൂസ് ചെയ്യാം. അപ്പം മെസ്സേജസ് വേർ. പിന്നെന്താ നമ്മൾ ഓൾറെഡി ഞാൻ പറഞ്ഞു ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആണെന്ന്. അപ്പോൾ അങ്ങനെയുള്ള സെൻറ്റൻസിൻ്റെ കൂടെ നമ്മൾ നമ്മൾ വെർബിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്യും. അപ്പോൾ ഇവിടുത്തെ വെർബ് എന്ന് പറഞ്ഞാൽ എന്താ? വരിക എന്ന് പറയുന്നതാണ് വെർബ്. വരിക എന്ന് വെച്ചാൽ എന്താ? കം.
അപ്പം നമ്മളിവിടെ കം എന്ന് എഴുതാൻ പോവുകയാണ്. അപ്പോൾ കമ്മിൻ്റെ കൂടെ ING COM എന്നല്ല കമ്മിൻ്റെ സ്പെല്ലിങ് COME എന്നാണ്. പക്ഷേ ഇവിടെ ഞാൻ ING എഴുതാൻ പോകുന്നതുകൊണ്ടാണ് COM എന്ന് ഞാൻ എഴുതിയിട്ടുള്ളൂ. അപ്പോൾ ഇത് പറഞ്ഞിട്ട് ING എഴുതാം. അപ്പോൾ വരികയായിരുന്നു എന്നാണല്ലോ. അപ്പോൾ നമ്മൾ വരിക എന്ന് വെച്ചാൽ കമ്മാണ്. അപ്പോൾ നമ്മളിവിടെ വെർബിൻ്റെ കൂടെ ING യൂസ് ചെയ്യും. വെർബ് എന്ന് പറഞ്ഞാൽ വരികയാണ് വെർബ്. അപ്പം നമ്മൾ കമ്മിങ് എന്നാക്കും. നമ്മൾ കമ്മിനെ കമ്മിങ് എന്നാക്കും. കാര്യം ഒരു പാസ്റ്റ് കണ്ടിന്യൂസ് ടെൻസ് സെൻറ്റൻസ് ആയതുകൊണ്ട് നമ്മൾ എങ്ങനെ ഇതിനൊരു സ്ട്രക്ചർ ഉണ്ട്. വാസ് ഓർ വെർ പ്ലസ് ING ഫോം യൂസ് ചെയ്തിട്ടാണ് എഴുതുന്നത്. അത് ഞാൻ ഇവിടെ ചെറുതായിട്ട് എഴുതാം. നിങ്ങൾക്ക് പെട്ടെന്ന് ഇങ്ങനെ പറയുമ്പോൾ വിചാരിക്കും നിങ്ങൾക്ക് കിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിവിടെ എഴുതാം സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർ പ്ലസ് വെർബ് പ്ലസ് ING. ഇത് കാണാമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു ഞാനിപ്പോൾ ഇവിടെ എഴുതാം. ഇവിടെ എനിക്ക് ക്ലിയർ ആയിട്ട് ഫുള്ള് കാണാൻ പറ്റുന്നില്ല. അപ്പം സബ്ജക്റ്റ് പ്ലസ് വാസ് ഓർ വെർ പ്ലസ് ING. അപ്പം ഈ വെർബാണ് ഇവിടുത്തെ കമ്മാണ് വെർബ്. ആ കമ്മിൻ്റെ കൂടെ നമ്മൾ ING യൂസ് ചെയ്തു. അപ്പം കമ്മിങ്. പിന്നെന്താ സബ്ജക്റ്റ് എന്ന് പറഞ്ഞാൽ മെസ്സേജസ് ആണ് ഇവിടുത്തെ സബ്ജക്റ്റ്. ചെറുതായിട്ട് ഞാൻ എഴുതി സബ്ജക്റ്റ് മെസ്സേജസ്. അപ്പം മെസ്സേജസ് പിന്നെന്താ വാസ് ഓർ വെയർ ഏതെങ്കിലും ഒന്ന് നമുക്ക് യൂസ് ചെയ്യാം. അപ്പം നമുക്കിവിടെ വാസ് യൂസ് ചെയ്യാൻ പറ്റില്ല, വേറെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. വാസ് എന്താ യൂസ് ചെയ്യാൻ പറ്റാത്ത കാര്യം? ഇത് ഒരു പ്ലൂറൽ സബ്ജക്റ്റാണ്. മെസ്സേജസ് കുറേ മെസ്സേജസ് ഉണ്ടായത് നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റുള്ളൂ. അപ്പം നമ്മൾ വേറെ എഴുതി. അപ്പം നിങ്ങൾക്ക് ഈ ഒരു സെൻറ്റൻസ് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കണോ? നമുക്ക് കൂടെ നമുക്ക് കൂട്ടത്തിൽ ഒന്നിച്ച് പറഞ്ഞു നോക്കാം. മെസ്സേജുകൾ വേഗത്തിൽ വരികയായിരുന്നു. മെസ്സേജസ് വെയർ കമ്മിങ് ഫാസ്റ്റ്. അപ്പം നമ്മൾ ഫാസ്റ്റ് ഇവിടെ എഴുതിയിട്ടില്ല. മെസ്സേജുകൾ വേഗത്തിൽ വരികയായിരുന്നു. അപ്പം നമുക്ക് ഫാസ്റ്റ് എഴുതാം. അത് നമ്മൾ വിട്ടുപോയി. ഫാസ്റ്റ് എന്ന് വെച്ചാൽ എന്താ? വേഗം. മെസ്സേജസ് വെയർ കമ്മിങ് ഫാസ്റ്റ്. അപ്പം ഫാസ്റ്റ് എന്ന് വെച്ചാൽ വേഗം. അപ്പം എങ്ങനെയാ? മെസ്സേജുകൾ വേഗത്തിൽ വരികയായിരുന്നു. മെസ്സേജസ് വെയർ കമ്മിങ് ഫാസ്റ്റ്. മെസ്സേജസ് വെയർ കമ്മിങ് ഫാസ്റ്റ്. അപ്പം നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, കുറേ മെസ്സേജുകൾ കണ്ടപ്പോൾ മുത്തശ്ശി ആശയക്കുഴപ്പത്തിലായി. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാമെന്ന് നോക്കാം. കുറേ എന്ന് വെച്ചാൽ എന്താ? സോ മെനി എന്ന് നമുക്ക് പറയാം. അപ്പം മെസ്സേജുകൾ, അപ്പം കുറേ മെസ്സേജസ് ഉണ്ട്, അതുകൊണ്ടാണ് മെസ്സേജുകൾ. ഇപ്പം മെസ്സേജസ് നമുക്ക് എഴുതാം. അപ്പം കാണുക, കണ്ടപ്പോൾ. അപ്പം കാണുക എന്ന് വെച്ചാൽ എന്താ? സി. അപ്പം ഇവിടെ കണ്ടപ്പോഴാണ്. അപ്പം കുറേ മെസ്സേജുകൾ കണ്ടപ്പോൾ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? വെൻ യൂസ് ചെയ്ത് എഴുതാം. അപ്പം അവൾ കണ്ടപ്പോൾ, വെൻ ഷീ സാ, നമ്മളങ്ങനെ പറയില്ലേ? അപ്പം നമ്മൾ കണ്ടപ്പോൾ എന്നുദ്ദേശിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വെൻ യൂസ് ചെയ്തു. പിന്നെ എന്താ എഴുതിയത്? ആശയക്കുഴപ്പത്തിന് ഇംഗ്ലീഷ് എന്താ പറയുക? നമുക്ക് പറയാം കൺഫ്യൂസ് എന്ന് നമുക്ക് പറയാം. അപ്പം ഇവിടെ ആശയക്കുഴപ്പത്തിലായി. അപ്പം നമ്മൾ കൺഫ്യൂസിനെയും പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ട് എഴുതാം. അപ്പോൾ എങ്ങനെ എഴുതാം? നമുക്ക് കുറേ മെസ്സേജുകൾ കണ്ടപ്പോൾ മുത്തശ്ശി ആശയക്കുഴപ്പത്തിലായി. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രാൻഡ്മ ഇത് ഒരു കഴിഞ്ഞു പോയ കാര്യമാണല്ലോ. കുഴപ്പത്തിലായി. അപ്പം നമുക്കിവിടെ എന്താ യൂസ് ചെയ്യേണ്ടത്? വാസ്. ഗ്രാൻഡ്മ വാസ്. കാര്യം ഗ്രാൻഡ്മ ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. പിന്നെ വാസ് യൂസ് ചെയ്യാൻ കാരണം ഓൾറെഡി നിങ്ങൾക്ക് ഈ സെൻറ്റൻസ് കാണുമ്പോഴേ മനസ്സിലായി ഒരു കഴിഞ്ഞു പോയ കാര്യമാണ്. അപ്പോൾ അതുകൊണ്ടാണ് വാസ് യൂസ് ചെയ്തത്. പിന്നെ വേറെ എന്തുകൊണ്ട് യൂസ് ചെയ്തില്ല? എപ്പോഴും ഓർക്കുക, വേറെ യൂസ് ചെയ്യാത്തത് ഗ്രാൻഡ്മ എന്ന് പറയുന്ന ഒരു സിംഗുലാർ സബ്ജക്റ്റാണ്. അപ്പം ഒരു പ്ലൂറൽ സബ്ജക്റ്റ് ആയിരുന്നെങ്കിൽ നമുക്ക് വേറെ യൂസ് ചെയ്യാമായിരുന്നു. ആശയക്കുഴപ്പത്തിലായി. ഇപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? ആശയക്കുഴപ്പമെന്ന് വെച്ചാൽ എന്താ? കൺഫ്യൂസ്. അപ്പം ആശയക്കുഴപ്പത്തിലായി എന്ന് പറയുമ്പോൾ നമ്മൾ കൺഫ്യൂസിനെ പാസ്റ്റ് ഫോമിലോട്ട് ആക്കിയിട്ട് എഴുതണം. അപ്പോൾ ഗ്രാൻഡ്മ വാസ് CONFUS ആണ്, CONFUSC ആണ് കൺഫ്യൂസ്. അപ്പോൾ നമുക്ക് അതിനെ പാസ്റ്റ് ഫോമിലോട്ട് എങ്ങനെ എഴുതാം? ആശയക്കുഴപ്പം എന്നുള്ളത് നമ്മൾ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? കൺഫ്യൂസ്. അപ്പം ഇവിടെ ആയി എന്നാണ്, ആശയക്കുഴപ്പത്തിലായി. അപ്പം നമ്മൾ കൺഫ്യൂസിനെ പാസ്റ്റ് ഫോമിലോട്ട് എഴുതാം. CONFUSE ആണ് കൺഫ്യൂസ്. അപ്പം നമ്മൾ എങ്ങനെ പാസ്റ്റ് ഫോമിലോട്ട് എഴുതേണ്ടത്? ഡി യൂസ് ചെയ്യുമ്പോൾ പാസ്റ്റ് ഫോമായി. കൺഫ്യൂസ്ഡായി. ഗ്രാൻഡ്മ വാസ് കൺഫ്യൂസ്ഡ്. എന്ത് കണ്ടിട്ടാണ്? വെൻ, കണ്ടപ്പോൾ എന്നുള്ളതിന് നമ്മൾ എഴുതാം വെൻ ഷീ. അപ്പം കാണുക എന്ന് വെച്ചാൽ എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? നമ്മൾ കാണുക സി. അപ്പം നമ്മൾ ഇവിടെയും സിയെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കണം, ഒരു കഴിഞ്ഞു പോയ കാര്യത്തിൽ ആക്കണം. അപ്പം നമുക്ക് സിയെ നമ്മൾ സ ആക്കാം. SEW സ. ഷീ സ. വെൻ ഷീ സ
കുറേ മെസ്സേജുകൾ. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? സോ മെനി മെസ്സേജുകൾ. അപ്പം മെസ്സേജസ്, MESSAGES. അപ്പം ഗ്രാൻഡ്മ വാസ് കൺഫ്യൂസ്ഡ് വെൻ ഷീ സാ സോ മെനി മെസ്സേജസ്. അപ്പം കുറേ മെസ്സേജുകൾ കണ്ടപ്പോൾ മുത്തശ്ശി ആശയക്കുഴപ്പത്തിലായി. ഗ്രാൻഡ്മ വാസ് കൺഫ്യൂസ്ഡ് വെൻ ഷീ സാ സോ മെനി മെസ്സേജസ്. അപ്പം വേറൊരു കാര്യം ഇവിടെ പറയാനുള്ളത്, അപ്പം ഇവിടെ നമ്മൾ എന്താ സാ എഴുതിയത്? സാ എഴുതി ഞാൻ ഓൾറെഡി പറഞ്ഞു സിയുടെ പാസ്റ്റ് ഫോമാണ് നമ്മൾ സാ എഴുതിയത്. അപ്പം സിക്ക് ടോട്ടൽ 3 ഫോംസ് ഉണ്ട്. അത് ഞാനിവിടെ എഴുതാം. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻ വരില്ല. ഇവിടെ എഴുതാം. സി സാ സീൻ ആണ് സിയുടെ 3 ഫോംസ്. അപ്പോൾ ഇത് ഓൾറെഡി നമ്മൾ പഠിച്ചിട്ടുള്ളതാണ്. അപ്പം ഞാൻ ജസ്റ്റ് ഒന്നും കൂടെ പറഞ്ഞതാണ്. അപ്പം സി സാ സീൻ. അപ്പം നമ്മളിവിടെ എഴുതിയത് ഏത് ഫോമാണ്? നമ്മളിവിടെ എഴുതിയത് സെക്കൻഡ് ഫോമാണ്. സിയുടെ സെക്കൻഡ് ഫോമാണ് എഴുതിയത്. സിയുടെ സെക്കൻഡ് ഫോമാണ് സാ. അപ്പം നമ്മൾ ഈ ഒരു സെൻറ്റൻസിൽ എന്തൊക്കെ ചേഞ്ച് വരുത്തി നമുക്ക് നോക്കാം. നമ്മളിവിടെ വാസ് യൂസ് ചെയ്തു. ഗ്രാൻഡ്മ വാസ് കൺഫ്യൂസ്ഡ്. ഒരു കഴിഞ്ഞു പോയ കാലം ആയതുകൊണ്ടാണ് നമ്മളിവിടെ വാസ് യൂസ് ചെയ്തത്. കാര്യം ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല. ഒരു കഴിഞ്ഞു പോയ കാര്യമായതുകൊണ്ട് ഈസ് യൂസ് ചെയ്യാൻ പറ്റില്ല. പിന്നെ വേറും യൂസ് ചെയ്യാൻ പറ്റില്ല. വേറെന്ന് പറയുമ്പോൾ കഴിഞ്ഞു പോയ കാര്യത്തിൽ നമുക്ക് യൂസ് ചെയ്യാം. പക്ഷേ ഗ്രാൻഡ്മ എന്ന് പറഞ്ഞൊരു സിംഗുലാർ സബ്ജക്റ്റ് ആയതുകൊണ്ട് നമുക്ക് വേറെ യൂസ് ചെയ്യാൻ പറ്റില്ല. അതുകൊണ്ട് വാസ് യൂസ് ചെയ്തു. പിന്നെ നമ്മൾ കൺഫ്യൂസ്ഡ് നമ്മൾ ഇ ഡി അല്ല ഡി യൂസ് ചെയ്തിട്ട് നമ്മളതിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി കൺഫ്യൂസ്ഡ്. പിന്നെ എന്താക്കിയത്? പിന്നെ ചേഞ്ച് വരുത്തിയത് സിയെ നമ്മൾ സാ ആക്കി. സിയുടെ സെക്കൻഡ് ഫോം സാ ആണ് ഇവിടെ എഴുതിയത്. അപ്പം ഈ 3 ചേഞ്ചസാണ് ഇവിടെ വരുത്തിയിട്ട് നമ്മൾ ഈ ഒരു സെൻറ്റൻസ് എഴുതി. കുറേ മെസ്സേജുകൾ കണ്ടപ്പോൾ മുത്തശ്ശി ആശയക്കുഴപ്പത്തിലായി. നമുക്ക് ഒന്നിച്ച് പറഞ്ഞു നോക്കാം. ഗ്രാൻഡ്മ വാസ് കൺഫ്യൂസ്ഡ് വെൻ ഷീ സാ സോ മെനി മെസ്സേജസ്. ഇത് ബ്രാക്കറ്റിൽ എഴുതാം. നമുക്ക് നെക്സ്റ്റ് പോയിൻ്റ്, ഈ ഒരു കഥയുടെ നെക്സ്റ്റ് പോയിൻ്റ് നോക്കാം. നെക്സ്റ്റ് പോയിൻ്റ്, മുത്തശ്ശി തൻ്റെ മകളോട് പറഞ്ഞു, ഈ ഗ്രൂപ്പ് വളരെ ബഹളമുള്ളതാണ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാം? മുത്തശ്ശി തൻ്റെ മകളോട്. അപ്പോൾ നമുക്ക് പറയാം ഹർ ഡോട്ടർ. മകൾ എന്ന് വെച്ചാൽ ഡോട്ടർ. പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്നാണ്. അപ്പോൾ നമ്മൾ സേയുടെ പാസ്റ്റ് ഫോം ആക്കണം. സേ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി എഴുതാം. പിന്നെന്താ? ഈ ഗ്രൂപ്പ് വളരെ ബഹളമുള്ളതാണ്. വളരെ എന്നുള്ളതിന് നമുക്ക് വെരി എന്ന് പറയാം. ബഹളമുള്ളത് എന്ന് നമുക്ക് എങ്ങനെ പറയാം? നോയ്സി എന്ന് നമുക്ക് പറയാം. അപ്പം മുത്തശ്ശി തൻ്റെ മകളോട് പറഞ്ഞു, ഈ ഗ്രൂപ്പ് വളരെ ബഹളമുള്ളതാണെന്ന് നമുക്ക് എങ്ങനെ എഴുതാമെന്ന് നോക്കാം. അപ്പം നമുക്ക് എഴുതാം ഗ്രാൻഡ്മ ഇത് GRANDMA. ഗ്രാൻഡ്മ ഞാൻ പറഞ്ഞു സേയെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കുന്നു. അപ്പോൾ സേയുടെ പാസ്റ്റ് ഫോം എന്താ? സെയ്ഡ്. ഗ്രാൻഡ്മ സെയ്ഡ്. അപ്പം സേയെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി സെയ്ഡ്. ഗ്രാൻഡ്മ സെയ്ഡ് ടു തൻ്റെ മകളോട്. അപ്പം നമുക്ക് ടു ഹർ ഡോട്ടർ. ഗ്രാൻഡ്മ സെയ്ഡ് ടു ഹർ ഡോട്ടർ. ഡോട്ടർ എന്ന് വെച്ചാൽ എന്താ? മകൾ. ഇച്ചിരി ഇങ്ങനെ കാണുന്ന രീതിയിൽ വെക്കാം. ഗ്രാൻഡ്മ സെയ്ഡ് ടു ഹർ ഡോട്ടർ. ഈ ഗ്രൂപ്പ്. അപ്പം നമുക്ക് ദിസ് ഗ്രൂപ്പ് എന്ന് എഴുതാം. ദിസ് ഗ്രൂപ്പ് എന്താ പറഞ്ഞത്? ബഹളമുള്ളതാണ്. വളരെ ബഹളമുള്ളത്. അപ്പം നമുക്ക് ദിസ് ഗ്രൂപ്പ് ഈസ് വെരി. ബഹളമുള്ളതെന്ന് വെച്ചാൽ വളരെ എന്ന് വെച്ചാൽ വെരി എന്നാണ്. ബഹളമുള്ളതെന്ന് പറഞ്ഞാൽ നോയ്സി. അപ്പം വളരെ ബഹളമുള്ളതെന്ന് പറയുമ്പോൾ വെരി നോയ്സി. ദിസ് ഗ്രൂപ്പ് ഈസ് വെരി നോയ്സി. Grandma said to her daughter, this group is very noisy. മുത്തശ്ശി തൻ്റെ മകളോട് പറഞ്ഞു, ഈ ഗ്രൂപ്പ് വളരെ ബഹളമുള്ളതാണ്. Grandma said to her daughter, this group is very noisy. അപ്പം നമുക്ക് ഒന്നും കൂടെ പറയാം. Grandma said to her daughter, this group is very noisy. നമുക്ക് അടുത്ത പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, മുത്തശ്ശിയുടെ മകൾ പരിശോധിച്ചിട്ട് പറഞ്ഞു, നിങ്ങൾക്ക് അത് മ്യൂട്ട് ചെയ്യാം. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം എങ്ങനെയാണ്? മുത്തശ്ശിയുടെ മകൾ. അപ്പം നമുക്ക് പറയാം ഗ്രാൻഡ്മാസ് ഡോട്ടർ. പരിശോധിക്കുക എന്ന് വെച്ചാൽ എന്താ? ചെക്ക്. അപ്പം ഇവിടെ പരിശോധിച്ചിട്ട് പറഞ്ഞു എന്നാണ്. അപ്പം നമ്മൾ ചെക്കിനെ പാസ്റ്റ് ഫോം ആക്കി എഴുതാം. അപ്പോൾ പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. അപ്പം ഇവിടെ പറഞ്ഞു. അപ്പം അതിനെയും സേയും നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കാം. നിങ്ങൾക്കത് മ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം?
നിങ്ങൾക്കത് മ്യൂട്ട് ചെയ്യാം. യു ക്യാൻ മ്യൂട്ട് ഇറ്റ്. അപ്പോൾ നമുക്ക് ഈ ഫുൾ സെൻറ്റൻസ് എങ്ങനെ എഴുതാൻ നോക്കാം. മുത്തശ്ശിയുടെ മകൾ പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കത് മ്യൂട്ട് ചെയ്യാം. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ഗ്രാൻഡ്മാസ് ഡോട്ടർ. അപ്പം നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, അപ്പം ഗ്രാൻഡ്മാസ് ഡോട്ടർ, DAUGHTER, ഗ്രാൻഡ്മാസ് ഡോട്ടർ. അപ്പം പരിശോധിക്കുക എന്ന് വെച്ചാൽ എന്താ? ചെക്ക് എന്നാണ്. അപ്പം നമ്മൾ ചെക്കിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കുക. ED യൂസ് ചെയ്തിട്ട് നമ്മൾ ചെക്കിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കി. ചെക്ക്ഡ്, CHECKED. ഗ്രാൻഡ്മാസ് ഡോട്ടർ ചെക്ക്ഡ് ആൻഡ് സെയ്ഡ് യു ക്യാൻ മ്യൂട്ട് ഇറ്റ്. നിങ്ങൾക്കത് മ്യൂട്ട് ചെയ്യാം. യു ക്യാൻ മ്യൂട്ട് ഇറ്റ്. അപ്പം നമ്മൾ എങ്ങനെ എഴുതിയത്? മുത്തശ്ശിയുടെ മകൾ പരിശോധിച്ചിട്ട് പറഞ്ഞു നിങ്ങൾക്കത് മ്യൂട്ട് ചെയ്യാം. നമുക്ക് എങ്ങനെ എഴുതി? ഗ്രാൻഡ്മാസ് ഡോട്ടർ ചെക്ക്ഡ് ആൻഡ് സെയ്ഡ് യു ക്യാൻ മ്യൂട്ട് ഇറ്റ്. നമുക്ക് നെക്സ്റ്റ് പോയിന്റ് പഠിക്കാം. നെക്സ്റ്റ് പോയിന്റ്, പിറ്റേ ദിവസം അവൾ മുത്തശ്ശിയോട് ചോദിച്ചു ഇപ്പോൾ ബഹളമുണ്ടോ? അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ പറയാം? പിറ്റേ ദിവസം, നെക്സ്റ്റ് ഡേ. അവൾ മുത്തശ്ശിയോട് ചോദിച്ചു. അപ്പോൾ നമുക്ക് എങ്ങനെ പറയാം? ആസ്ക്ഡ് ഗ്രാൻഡ്മ. ചോദിക്കുക എന്ന് വെച്ചാൽ ആസ്ക്. അപ്പോൾ ചോദിച്ചു എന്നാകുമ്പോൾ നമുക്ക് ആസ്കിനെ പാസ്റ്റ് ഫോമിലോട്ടാക്കാം. ED യൂസ് ചെയ്തിട്ട്. അപ്പോൾ ആസ്ക്ഡ് ആവും. അപ്പം ആസ്ക്ഡ് ഗ്രാൻഡ്മ ഇപ്പോൾ ബഹളമുണ്ടോ? അപ്പം ഇപ്പോൾ ബഹളമുണ്ടോ എന്നെങ്ങനെ നമ്മൾ ചോദിക്കണം ഇംഗ്ലീഷിൽ? ഈസ് ഇറ്റ് നോയ്സി നൗ? അപ്പം നമുക്ക് ഇത് ഫുൾ എങ്ങനെ എഴുതാൻ നോക്കാം. പിറ്റേ ദിവസം അവൾ മുത്തശ്ശിയോട് ചോദിച്ചു ഇപ്പോൾ ബഹളമുണ്ടോ? അപ്പോൾ നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. പിറ്റേ ദിവസം. അപ്പോൾ നമുക്ക് എഴുതാം നെക്സ്റ്റ് ഡേ, NEXT, നെക്സ്റ്റ് ഡേ. പിറ്റേ ദിവസം അവൾ മുത്തശ്ശിയോട് ചോദിച്ചു. അപ്പം നമുക്ക് എഴുതാം നെക്സ്റ്റ് ഡേ ഇപ്പോൾ ചോദിക്കുക എന്ന് വെച്ചാൽ എന്താ? ആസ്ക്. അപ്പോൾ ഇവിടെ ആസ്കിനെ നമ്മൾ പാസ്റ്റ് ഫോമിലാക്കി എഴുതണം. അപ്പോൾ എങ്ങനെയാണ്? ED യൂസ് ചെയ്തു. ആസ്ക്ഡ്. അപ്പം പാസ്റ്റ് ഫോമായി ആസ്ക്ഡ്. നെക്സ്റ്റ് ഡേ ആസ്ക്ഡ്, മുത്തശ്ശിയോട് ചോദിച്ചു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ആസ്ക്ഡ് ഗ്രാൻഡ്മ. ഇവിടെ എഴുതാം GRANDMA. ഇവിടെ ആറുണ്ടേ. അപ്പം നെക്സ്റ്റ് ഡേ ആസ്ക്ഡ് ഗ്രാൻഡ്മ. എന്താണ് ചോദിച്ചത്? ഈസ് ഇറ്റ് നോയ്സി? ഇപ്പോൾ ബഹളമുണ്ടോ? ഈസ് ഇറ്റ് നോയ്സി? NOISY. ഈസ് ഇറ്റ് നോയ്സി നൗ? അപ്പം നെക്സ്റ്റ് ഡേ ആസ്ക്ഡ് ഗ്രാൻഡ്മ ഈസ് ഇറ്റ് നോയ്സി നൗ? പിറ്റേ ദിവസം അവൾ മുത്തശ്ശിയോട് ചോദിച്ചു ഇപ്പോൾ ബഹളമുണ്ടോ? നെക്സ്റ്റ് ഡേ ആസ്ക്ഡ് ഗ്രാൻഡ്മ ഈസ് ഇറ്റ് നോയ്സി നൗ? അപ്പം നമുക്ക് ഈ കഥയുടെ നെക്സ്റ്റ് പോയിന്റ് നോക്കാം. ഇത് നമ്മുടെ കഥയുടെ ലാസ്റ്റ് പോയിൻ്റാണ്. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല, ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്തു. ഇപ്പോൾ വളരെ ശാന്തമായ ഗ്രൂപ്പാണ്. അപ്പം ഇതാണ് നമ്മുടെ ലാസ്റ്റ് പോയിന്റ്. നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാമെന്ന് നോക്കാം. അപ്പം മുത്തശ്ശി ചിരിച്ചുകൊണ്ട്. അപ്പോൾ ചിരിക്കുകയുടെ ഇംഗ്ലീഷ് വേർഡ് എന്താ? സ്മൈൽ. അപ്പോൾ പറയുക എന്ന് വെച്ചാൽ നമുക്ക് ഇംഗ്ലീഷിൽ പറയാം സേ. അപ്പം ഇത് പറഞ്ഞു ആയതുകൊണ്ട് നമുക്ക് പാസ്റ്റ് ഫോമിൽ എഴുതാം. എല്ലാവരെയും എന്ന് പറഞ്ഞാൽ everyone. പിന്നെന്താ? ഇപ്പോൾ എന്ന് വെച്ചാൽ നൗ. വളരെ, വെരി. ശാന്തമായ ഗ്രൂപ്പാണ്. നമുക്ക് എങ്ങനെ പറയാം? ശാന്തമായ, പീസ്ഫുൾ. അപ്പം നമുക്ക് എങ്ങനെ ഇംഗ്ലീഷിൽ എഴുതാൻ നോക്കാം. എല്ലാം കൂടെ ചേർത്തിട്ട്. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു ഇല്ല, ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്തു. ഇപ്പോൾ വളരെ ശാന്തമായ ഗ്രൂപ്പാണ്. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രാൻഡ്മ, മുത്തശ്ശി. ഗ്രാൻഡ്മ എന്ന് വെച്ചാൽ മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഗ്രാൻഡ്മ സ്മൈൽഡ്. അപ്പോൾ ചിരിക്കുക എന്ന് വെച്ചാൽ സ്മൈലാണ്. അപ്പം ഈ സ്മൈലിനെ നമ്മൾ പാസ്റ്റ് ഫോമിലോട്ട് ആക്കാൻ പോവാണ്. എങ്ങനെയാണ് സ്മൈലിനെ നമ്മൾ പാസ്റ്റ് ഫോമിലാക്കുന്നത്? നമ്മൾ ഡി ആഡ് ചെയ്തു. അപ്പോൾ സ്മൈൽഡ് എന്നായി. കാര്യം ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഒരു കഴിഞ്ഞു പോയ സംഭവമാണ്. അപ്പം നമ്മൾ സ്മൈൽഡ് എന്ന് എഴുതി. ഗ്രാൻഡ്മ സ്മൈൽഡ് ആൻഡ്. അപ്പം പറയുക എന്ന് വെച്ചാൽ എന്താ? സേ. അപ്പോൾ ഇവിടെ പറഞ്ഞു എന്നാണ്. അപ്പം നമ്മൾ സേയും പാസ്റ്റ് ഫോമിലാക്കാം. ഗ്രാൻഡ്മ സ്മൈൽഡ് ആൻഡ്. സേയുടെ പാസ്റ്റ് ഫോമാണ് സെയ്ഡ്. അപ്പം സെയ്ഡ് എഴുതി. പിന്നെന്താ? നോ, ഒരു കോമ ഇട്ടു. നോ, ഇല്ല, നോ എന്ന് എഴുതി.
പിന്നെ എന്തായി പറയണത് മുത്തശ്ശി? ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്തു. അപ്പം ഐ മ്യൂട്ടഡ്, നമുക്ക് എങ്ങനെ എഴുതാം മ്യൂട്ടിൻ്റെ സ്പെല്ലിംഗ് നോക്ക്, MUTED. അപ്പം മ്യൂട്ട് ചെയ്തു, അതിന് നമ്മൾ മ്യൂട്ട് നെയിം നമ്മൾ പാസ്റ്റ് ഫോമിലോട്ടാക്കി മ്യൂട്ടഡ് എന്നാക്കി. അതാണ്ട് D ആഡ് ചെയ്തു, മ്യൂട്ടഡ്. ഐ മ്യൂട്ടഡ് എല്ലാവരെയും. അപ്പം എങ്ങനെ എഴുതാം? എവരി വണ്ടെ സ്പെല്ലിംഗ് നോക്കിക്കോ, EVERYONE, എവരി വൺ. ഐ മ്യൂട്ടഡ് എവരി വൺ. ഒരു ഫുൾ സ്റ്റോപ്പ് ഇടുവാണ്. പിന്നെ എന്താ പറയണേ? മ്യൂട്ട് എവരി വൺ. ഇപ്പോൾ വളരെ ശാന്തമായ ഗ്രൂപ്പാണ്. അപ്പം നമുക്ക് എങ്ങനെ പറയാം? ഇപ്പോൾ വളരെ ശാന്തമായ ഗ്രൂപ്പാണ്. അപ്പം നമുക്ക് പറയാം വെരി പീസ്ഫുൾ. ശാന്തമായ എന്ന് വെച്ചാൽ പീസ്ഫുൾ. നിങ്ങൾക്ക് കാണുന്നില്ല എന്ന് തോന്നുന്നു. ഓക്കെ, വെരി പീസ്ഫുൾ, PEACEFUL. പീസ്ഫുളിൻ്റെ സ്പെല്ലിംഗ് ചിലവർക്കൊക്കെ ഡൗട്ട് ആണ്, അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയണത്. PEACEFUL. പീസ്ഫുൾ ഗ്രൂപ്പ്, GROUP, ഗ്രൂപ്പ് നൗ. അപ്പം എന്താ? വെരി പീസ്ഫുൾ ഗ്രൂപ്പ് നൗ. അപ്പം നമുക്ക് ഒന്നും കൂടെ പറഞ്ഞു നോക്കാം. ഗ്രാൻഡ്മ സ്മൈൽഡ് ആൻഡ് സെയ്ഡ്, നോ, ഐ മ്യൂട്ടഡ് എവ്രി വൺ. വെരി പീസ്ഫുൾ ഗ്രൂപ്പ് നൗ. മുത്തശ്ശി ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഇല്ല, ഞാൻ എല്ലാവരെയും മ്യൂട്ട് ചെയ്തു, ഇപ്പോൾ വളരെ ശാന്തമായ ഗ്രൂപ്പാണ്. ഗ്രാൻഡ്മ സ്മൈൽഡ് ആൻഡ് സെയ്ഡ്, നിങ്ങളും കൂടെ എൻ്റെ കൂടെ പറഞ്ഞു, നോ, ഐ മ്യൂട്ടഡ് എവ്രി വൺ. വെരി പീസ്ഫുൾ ഗ്രൂപ്പ് നൗ. അപ്പം ഈ സ്റ്റോറി കഴിഞ്ഞു. ഇന്നത്തെ ഷോർട്ട് സ്റ്റോറി ആയിരുന്നു. അപ്പം നിങ്ങൾക്ക് ഈ കഥ ഇഷ്ടപ്പെട്ട് എൻ്റെ ക്ലാസ്സും ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ പ്ലീസ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഓക്കെ, ബൈ ഫ്രണ്ട്സ്.